നമസ്കാരം. സുപ്രീം വോയ്സ് ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുണ്ടത്തിക്കോട് AKG നഗറിൽ തോപ്പിൽ മൂലയിൽ നിന്നും മലമ്പാമ്പിനെ പിടികൂടി. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയായ ഗസൽ എന്നയാളെ കാപ്പ ചുമത്തി തടങ്കലിലാക്കി. രാജ്യത്ത് ആദ്യമായി സംസ്ഥാനത്തെ എല്ലാ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലും ചൊവ്വാഴ്ച മുതൽ സ്ത്രീകൾക്കായി പ്രത്യേക ക്ലിനിക്കുകൾ ആരംഭിക്കും. മന്ത്രി വീണ ജോർജ്. മുണ്ടത്തിക്കോട് AKG നഗറിൽ തോപ്പിൽ മൂലയിൽ നിന്നും മലമ്പാമ്പിനെ പിടികൂടി. മുണ്ടത്തിക്കോട് AKG നഗറിൽ തോപ്പിൽ മൂലയിൽ നിന്നും മലമ്പാമ്പിനെ പിടികൂടി. ഉദ്ദേശം 20 കിലോ തൂക്കം വരും. കൗൺസിലർ പ്രകാശൻ കുന്നൂർ സ്ഥലത്തെത്തി ഫോറസ്റ്റ് അധികൃതരെ അറിയിച്ചു. നാട്ടുകാർ പിടിച്ച് അധികാരികൾക്ക് കൈമാറി. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയായ ഗസൽ എന്നയാളെ കാപ്പ ചുമത്തി തടങ്കലിലാക്കി. എരുമപ്പെട്ടി സ്റ്റേഷൻ പരിധിയിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ കാപ്പ ചുമത്തി തടങ്കലിലാക്കി. വെള്ളർക്കാട് കൈതമാട്ടം പാറത്തുപറമ്പിൽ ഗസലിനെയാണ് തടങ്കലിലാക്കിയത്. എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ റിമാൻഡ് ചെയ്തു. പാലക്കാട് ജില്ലയിലെ ചാലിശ്ശേരി, കുന്നംകുളം സ്റ്റേഷനുകളിൽ ഓരോ കേസും, എരുമപ്പെട്ടി സ്റ്റേഷനിൽ 4 കേസുമാണ് പ്രതിക്കെതിരെ നിലവിലുള്ളത്. രാജ്യത്ത് ആദ്യമായി സംസ്ഥാനത്തെ എല്ലാ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലും ചൊവ്വാഴ്ച മുതൽ സ്ത്രീകൾക്കായി പ്രത്യേക ക്ലിനിക്കുകൾ ആരംഭിക്കും. മന്ത്രി വീണ ജോർജ്. രാജ്യത്ത് ആദ്യമായി സംസ്ഥാനത്തെ എല്ലാ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലും ചൊവ്വാഴ്ച മുതൽ സ്ത്രീകൾക്കായി പ്രത്യേക ക്ലിനിക്കുകൾ ആരംഭിക്കും. ചൊവ്വാഴ്ചകളിലാണ് സ്ത്രീകളുടെ ക്ലിനിക്കിന്റെ പ്രവർത്തനം. വിളർച്ച, പ്രമേഹം, ക്യാൻസർ, സ്ക്രീനിംഗ് തുടങ്ങിയവയും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുടെയും പരിശോധനയ്ക്ക് മുൻഗണന നൽകും. അയൽക്കൂട്ടങ്ങൾ കേന്ദ്രീകരിച്ച് സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനകളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ വിദഗ്ധ പരിശോധനകളും ബോധവൽക്കരണവും നടത്തും. പരമാവധി സ്ത്രീകൾ വെൽനസ് ക്ലിനിക്കുകളിൽ വന്ന് ആരോഗ്യ പരിശോധന നടത്തണമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഈ സർക്കാരിന്റെ കാലത്താണ് 5415 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ യാഥാർത്ഥ്യമാക്കിയത്. പൊതുജനാരോഗ്യത്തിന്റെ നെടുംതൂണുകളായി മാറിയിരിക്കുന്ന ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി ക്ലിനിക്കുകൾ, അയൽക്കൂട്ട സ്ക്രീനിംഗ് ക്യാമ്പുകൾ, വിദഗ്ധ സ്പെഷ്യലിസ്റ്റ് സേവനങ്ങൾ എന്നിവ ഒരുക്കുന്നതിനായാണ് സ്ത്രീ ക്ലിനിക്കുകൾ ആരംഭിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് കേസ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ കേസില്ല. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് കേസ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ കേസില്ല. കേസെടുക്കാൻ തെളിവുകളോ രേഖകളോ ഇല്ല. TN പ്രതാപനെ പോലീസ് ഇക്കാര്യം അറിയിച്ചു. പോലീസ് നടപടിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്ന് പരാതി നൽകിയ TN പ്രതാപൻ. തൃശൂർ തൊട്ടിപ്പാൾ ഇറക്കത്ത് സ്വകാര്യ ബസ് തെന്നിമാറി അപകടം. ബസ് പാടത്തെ മണ്ണെടുത്ത കുഴിയിലേക്ക് മറിയാതിരുന്നതുകൊണ്ട് വലിയ അപകടം ഒഴിവായി. തൃശൂരിൽ നിന്നും ഇരിങ്ങാലക്കുടയിലേക്ക് പോയിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. എതിരെ വന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ റോഡിൽ നിന്നും തെന്നിമാറിയ ബസ് റോഡിന് കുറുകെയായി നിൽക്കുകയായിരുന്നു. ബസിന്റെ പിൻവശം റോഡിന്റെ ഓരത്തുള്ള പൈപ്പിൽ തട്ടി നിന്നതിനാൽ ബസ് പാടത്തേക്ക് മറിയാതെ അപകടം ഒഴിവായി. ബസ്സിൽ നിറയെ യാത്രക്കാർ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല. നാട്ടുകാർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അപകടത്തിൽ ബസ്സിന് പുറകുവശത്ത് കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തെ തുടർന്ന് അല്പനേരം ഗതാഗത തടസ്സം നേരിട്ടു. ഇരിങ്ങാലക്കുട ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പനി പിടിച്ച് ചികിത്സയ്ക്കായി എത്തിയ യുവതിയെ ജീവനക്കാരൻ ചമഞ്ഞ് പീഡിപ്പിക്കാൻ ശ്രമിച്ച പ്രതിയെ മണിക്കൂറുകൾക്കകം പിടികൂടി പോലീസ്. ആശുപത്രിയിൽ വെച്ച് യുവതിയെ അപമാനിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. ലൂണ ITCക്ക് സമീപം ആരിക്കാട്ട് പറമ്പിൽ വീട്ടിൽ 39 വയസ്സുള്ള ഹിരേഷാണ് അറസ്റ്റിലായത്. ഞായറാഴ്ച ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലെത്തിയ യുവതിയാണ് അപമാനിക്കപ്പെട്ടത്. ബസ് ഇറങ്ങി ആശുപത്രിയിലേക്ക് നടക്കുമ്പോൾ തലക്കറക്കം അനുഭവപ്പെട്ട് റോഡരികിൽ നിന്ന യുവതിയെ പ്രതി ആശുപത്രിയിലെത്തിച്ചു. ആശുപത്രി ജീവനക്കാരനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് മുകളിലെ നിലയിൽ പോയി വിശ്രമിക്കാൻ അയച്ചു. യുവതി മുകളിലെ നിലയിൽ കിടക്കിൽ വിശ്രമിക്കുമ്പോൾ പ്രതി യുവതിയെ അപമാനിക്കുകയായിരുന്നു. റൂറൽ SP B കൃഷ്ണകുമാർ നേതൃത്വത്തിൽ DYSP L ഷാജു, ഇൻസ്പെക്ടർ KK ജിനേഷ്, ASM R കൃഷ്ണപ്രസാദ്, GSI മുഹമ്മദ് റാഷി, GSPO അരുൺ ജിദിത്, CPOമാരായ ജിജിൽ കുമാർ, ഷാബു എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ഇടവേള. ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് കണ്ണടകളും, ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാവിധ കണ്ണടകളും കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ട സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭ്യമാണ്. ജോൺസൺസ് കണ്ണട വ്യാപാരം, ഓപ്പോസിറ്റ് ഡിവൈൻ ഹോസ്പിറ്റൽ, വടക്കാഞ്ചേരി. ഫോൺ 0488423007 9496347407. തിരികെ വാർത്തകളിലേക്ക്. VS അച്യുതാനന്ദൻ തലമുറകൾക്ക് പ്രചോദനമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ.
വി.എസ്. അച്യുതാനന്ദൻ ഉയർത്തിപ്പിടിച്ച പ്രത്യയശാസ്ത്രവും അതിന്റെ പൂർത്തീകരണത്തിനായി നടത്തിയ ഇടപെടലുകളും കാലാതിവർത്തിയായി നിലകൊള്ളുമെന്നും തലമുറകൾക്ക് പ്രചോദനമാകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നിയമസഭയിൽ ചരമോപചാര വേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള ചരിത്രത്തിലെ പല പ്രധാന ഏടുകളെയും വർത്തമാനവുമായി ബന്ധിപ്പിക്കുന്ന കണ്ണി കൂടിയായിരുന്നു വി.എസ്. ആ കണ്ണി അറ്റുപോയപ്പോൾ കേരള സമൂഹത്തിനും പുരോഗമന പ്രസ്ഥാനങ്ങൾക്കും വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയത്. ഒരു നൂറ്റാണ്ടോളം പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി നിൽക്കുക, ആ കാലഘട്ടത്തിലെല്ലാം ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കുക, അവ പരിഹരിക്കുന്നതിനായി നിലകൊള്ളുക, ഇതെല്ലാം ചെയ്ത അപൂർവം രാഷ്ട്രീയ പ്രവർത്തകരെ ലോക ചരിത്രത്തിൽ ഉണ്ടാവൂ. ആ നിരയിലാണ് വി.എസിന്റെ സ്ഥാനം. ജനകീയ പോരാട്ടങ്ങളുടെ സമരനായകൻ, അവസാനം ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാനുമായി. മുഖ്യമന്ത്രിയായിരിക്കെ ജനോന്മുഖവും അടിസ്ഥാന വർഗങ്ങൾക്ക് വഴിതെളിക്കുന്നതുമായ നടപടികൾക്ക് നേതൃത്വം നൽകി. കേവല രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് പരിസ്ഥിതി, മനുഷ്യാവകാശം, സ്ത്രീ സമത്വം തുടങ്ങിയ വിവിധ മേഖലകളിൽ വ്യാപരിച്ചു. അതിന് പാർട്ടി അകമഴിഞ്ഞ പിന്തുണ നൽകി. ആ പ്രക്രിയയിലൂടെ പാർട്ടി നേതാവായിരിക്കെ തന്നെ പൊതുസമൂഹത്തിനാകെ സ്വീകാര്യമാകുന്ന തലത്തിലേക്ക് വി.എസിന്റെ രാഷ്ട്രീയ വ്യക്തിത്വം ഉയർന്നെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നടി റിനിക്കെതിരായ സൈബർ ആക്രമണം പോലീസ് പ്രത്യേകം അന്വേഷിക്കും. രാഹുൽ മാങ്കുട്ടത്തിലിനെ പറ്റിയുള്ള തുറന്നു പറച്ചിലിനെ തുടർന്ന് നിരന്തരം സൈബർ ആക്രമണം നടത്തുന്നതായ നടി റിനി ആൻ ജോർജിന്റെ പരാതി സൈബർ പോലീസ് പ്രത്യേകം അന്വേഷിക്കും. കേസെടുത്ത് അന്വേഷണം നടത്താൻ പോലീസ് മേധാവി നിർദ്ദേശിച്ചിട്ടുണ്ട്. വിവിധ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ, ഓൺലൈൻ യൂട്യൂബ് ചാനലുകൾ എന്നിവയ്ക്കും രാഹുൽ ഈശ്വർ, ഷാജൻ സക്രിയ എന്നിവർക്കുമെതിരെയാണ് പരാതി. സൈബർ ആക്രമണങ്ങളും അപഹൃതരായ പരാമർശങ്ങളിലും കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും DGPക്കുമാണ് റിനി പരാതി നൽകിയത്. പാലിയേക്കരയിൽ ടോൾ വിലക്ക് തുടരുമെന്ന് ഹൈക്കോടതി. പാലിയേക്കരയിൽ ടോൾ വിലക്ക് തുടരുമെന്ന് ഹൈക്കോടതി. ഇത് സംബന്ധിച്ചുള്ള ഹർജി ഹൈക്കോടതി വ്യാഴാഴ്ച പരിഗണിക്കും. അതുവരെ ടോൾ വിലക്ക് സംബന്ധിച്ച ഉത്തരവ് തുടരുമെന്നും കോടതി ഉത്തരവിട്ടു. പ്രദേശത്തെ ഗതാഗത പ്രശ്നം, റോഡിന്റെ ശോചനീയാവസ്ഥ, നിർമ്മാണ പ്രവൃത്തികളുടെ പുരോഗതി എന്നിവയെ സംബന്ധിച്ചുള്ള ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. മുണ്ടത്തിക്കോട് AKG നഗറിൽ തോപ്പിൽ മൂലയിൽ നിന്നും മലമ്പാമ്പിനെ പിടികൂടി. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയായ ഗസൽ എന്നയാളെ കാപ്പ ചുമത്തി തടങ്കലിലാക്കി. രാജ്യത്ത് ആദ്യമായി സംസ്ഥാനത്തെ എല്ലാ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലും ചൊവ്വാഴ്ച മുതൽ സ്ത്രീകൾക്കായി പ്രത്യേക ക്ലിനിക്കുകൾ ആരംഭിക്കും. മന്ത്രി വീണ ജോർജ്. ഇതോടുകൂടി വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.